ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നങ്കമീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അരമുറി തേങ്ങ നന്നായിട്ട് ചിരകിയത്, അതുപോലെ തന്നെ ഒരു വലിയ പീസ് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4-5 പച്ചമുളക്, അതുപോലെ തന്നെ ചുമന്നുള്ളി ഒരു 6-7 ചുമന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. അങ്ങനെ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം. ആദ്യം തന്നെ തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മുളക് പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 4-5 ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3-4-5 പച്ചമുളകുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെക്കണം. എന്നിട്ട് അരപ്പ് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നങ്കമീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മീനെല്ലാം അതിലേക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അരപ്പൊക്കെ നന്നായിട്ട് കുറുകി മീനൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ സമയത്ത് നമ്മൾ ഗ്രേവി എടുത്തിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റ്.